ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് സ്പെസിഫിക് ആസിഡ് ബേസ് കാറ്റലിസിസ് റിയാക്ഷനെ കുറിച്ചാണ്. ഹൈഡ്രോജൻ അയൺസിൻ്റെ കോൺസെൻട്രേഷനും ഹൈഡ്രോക്സിൽ അയൺസിൻ്റെ കോൺസെൻട്രേഷനും ഹൈഡ്രോലൈറ്റിക് ഡീഗ്രഡേറ്റീവ് റിയാക്ഷന് കാരണമാവുന്നുണ്ട്. ഈ ഹൈഡ്രോലൈറ്റിക് ഡീഗ്രഡേറ്റീവ് റിയാക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് ലോ പി എച്ച് റേഞ്ചിൽ ഹൈഡ്രോജൻ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കും. സോ അങ്ങനെ വരുന്നൊരു കേസിൽ അവിടെ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോജൻ അയൺ കാറ്റലിറ്റിക് റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, ലോ പി എച്ചിൽ ഹൈഡ്രോജൻ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രോക്സിൽ അയണിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ വളരെ കൂടുതലായിരിക്കും. സോ ആ ഒരു കേസിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ആരാണ്? ഹൈഡ്രോജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ ആ ഡീഗ്രഡേറ്റീവ് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഹൈഡ്രോജൻ അയോൺ കാറ്റലിസിസ് ഡോമിനേറ്റ്സ് അറ്റ് ലോവർ പി എച്ച് റേഞ്ചസ്. ഇനി ഹൈ പി എച്ച് റേഞ്ച് എടുക്കുകയാണെങ്കിലോ, ഹൈ പി എച്ച് റേഞ്ചിൽ ഹൈഡ്രോക്സിൽ അയൺസിൻ്റെ കോൺസെൻട്രേഷൻ ആയിരിക്കും ഡോമിനേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു കേസിൽ ഹൈഡ്രോലൈറ്റിക് ഡീഗ്രഡേഷന് കാരണമാവുന്നത് ഹൈഡ്രോക്സിൽ അയൺസിൻ്റെ കോൺസെൻട്രേഷനാണ്. ഹൈ പി എച്ച് റേഞ്ചിൽ റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് ഹൈഡ്രോക്സിൽ അയൺസ് ആണ്. ഇനി നമുക്ക് ഇൻ്റർമീഡിയറ്റ് പി എച്ച് റേഞ്ചിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഡീഗ്രഡേറ്റീവ് റിയാക്ഷൻ പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല നടക്കുന്നത്. ദ ഡ്രഗ് ഡീഗ്രഡേഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പി എച്ച്. ഒരു കാറ്റലിറ്റിക് ഡീഗ്രഡേറ്റീവ് റിയാക്ഷൻ നടക്കുന്നു. നമ്മൾ അതിൻ്റെ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ആ റേറ്റ് ഇക്വേഷനകത്ത് ഹൈഡ്രോജൻ അയോൺസിൻ്റെ കോൺസെൻട്രേഷനോ ഹൈഡ്രോക്സിൽ അയോൺസിൻ്റെ കോൺസെൻട്രേഷനോ വരുന്ന ഒരു ടേം വരുന്നുണ്ടെങ്കിൽ അത് ആ റിയാക്ഷൻ എന്ന് പറയുന്നത് ആസിഡ് ബേസ് കാറ്റലൈസ്ഡ് സ്പെസിഫിക് ആസിഡ് ബേസ് കാറ്റലൈസ്ഡ് റിയാക്ഷന് എക്സാമ്പിൾ ആയിരിക്കും. സ്പെസിഫിക് ആസിഡ് ഓർ ബേസ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായി ഒരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ഡീഗ്രഡേറ്റീവ് റിയാക്ഷൻ നടക്കുന്നു, കാറ്റലിറ്റിക് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. ഇങ്ങനെ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ്, ആ കാറ്റലിറ്റിക് പ്രൊഡക്റ്റിൻ്റെ ഫോമേഷൻ സ്പെസിഫിക് ആസിഡ് ബേസ് കാറ്റലിസിസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു എസ്റ്ററിലുള്ള സ്പെസിഫിക് ആസിഡ് ബേസ് കാറ്റലിറ്റിക് റിയാക്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് ലോ ആണ്. dp/dt ഈക്വൽ ടു K0 പ്ലസ് K1 കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് പ്ലസ് K2 കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് S. അതായത് സോൾവെൻറ്റ് കോൺസെൻട്രേഷനെയാണ് ഈ S എന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. K0 എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ സോൾവെൻറ്റ് കാറ്റലിറ്റിക് എഫക്റ്റ്. K0 റെപ്രസെൻ്റ് ചെയ്യുന്നത് സോൾവെൻറ്റ് കാറ്റലിറ്റിക് എഫക്റ്റ് റേറ്റ് കോൺസ്റ്റൻറ്റിനെയാണ്. K1 എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ ഹൈഡ്രോജൻ അയൺ എഫക്റ്റ്, റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ സ്പെസിഫിക് ഹൈഡ്രോജൻ അയൺ എഫക്റ്റ്. K2 ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് ഫോർ സ്പെസിഫിക് ഹൈഡ്രോക്സിൽ അയൺ എഫക്റ്റ്. അപ്പോൾ ഇതാണ് എസ്റ്ററിലുള്ള സ്പെസിഫിക് ആസിഡ് ബേസ് കാറ്റലിസിസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റേറ്റ് ഇക്വേഷൻ. dp/dt എന്ന് പറയുമ്പോൾ ഡീഗ്രഡേറ്റീവ് പ്രൊഡക്റ്റ് ഫോമേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി നമുക്കിവിടെ ഒബ്സർവ്ഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നോക്കാം. K ഒബ്സർവ്ഡ് ഈക്വൽ ടു K0 പ്ലസ് K1 H പ്ലസ് പ്ലസ് K2 OH മൈനസ്. ഞാനിവിടെ ചെയ്തത് റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ ആ ടേംസ് എല്ലാം ഒന്നിച്ചെഴുതി. സോ ഒബ്സർവ്ഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? K ഒബ്സർവ്ഡ് ഈക്വൽ ടു K0 പ്ലസ് K1 H പ്ലസ് പ്ലസ് K2 OH മൈനസ്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കാണെങ്കിൽ ലോ പി എച്ചിൽ ഹൈഡ്രോജൻ അയൺ കോൺസെൻട്രേഷൻ ആണ് വളരെ കൂടുതലുള്ളത്. ആ ഒരു കേസിൽ കാറ്റലിറ്റിക് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് ഹൈഡ്രോജൻ അയൺസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. ഹൈഡ്രോജൻ അയൺ കാറ്റലിറ്റിക് റിയാക്ഷനാണ് ഇങ്ങനെ ലോ പി എച്ച് റേഞ്ചിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ അറ്റ് ലോ പി എച്ച് എന്നുള്ള ആ ഒരു കണ്ടീഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഹൈഡ്രോജൻ അയൺ കോൺസെൻട്രേഷൻ വളരെ വളരെ കൂടുതലാണ്. സോ K1 കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് is much greater than K1 OH മൈനസ് ഓർ K0. ഓക്കെ, ഹൈഡ്രോക്സിൽ അയൺസിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ
അല്ലെങ്കിൽ സോൾവെൻറ്റ് കാറ്റലറ്റിക് അയൺ റേറ്റ് കോൺസ്റ്റൻറ്റിനേക്കാൾ ഒക്കെ വളരെ വളരെ കൂടുതലാണ് ഹൈഡ്രജൻ കാറ്റലൈസ്ഡ് റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് ഒബ്സർവ്ഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഇങ്ങനെ എഴുതാം: K observed equal to K1 concentration of H+. ഇവിടെ സ്പെസിഫിക് ഹൈഡ്രജൻ അയൺ കാറ്റലിസിസ് ആണ് നടക്കുന്നത്. ഇനി നമ്മൾ ഹൈ പി എച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ പി എച്ചിൽ ഹൈഡ്രോക്സിൽ അയൺസിൻ്റെ കോൺസെൻട്രേഷനാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അവിടെ ഹൈഡ്രോക്സിൽ അയൺ കാറ്റലൈസ്ഡ് റിയാക്ഷനാണ് നടക്കുക. അപ്പോൾ ഹൈ പി എച്ച് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഹൈഡ്രജൻ അയണിൻ്റെ കോൺസെൻട്രേഷനേക്കാൾ അല്ലെങ്കിൽ സോൾവെൻറ്റ് കാറ്റലറ്റിക് എഫക്റ്റിനേക്കാൾ ഒക്കെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഹൈഡ്രോക്സിൽ അയൺ കോൺസെൻട്രേഷനാണ്. സോ K2OH മൈനസ് is much greater than K0 or KH+, K1H+. അപ്പോൾ ഈ ഒരു കേസിൽ ഒബ്സർവ്ഡ് റേറ്റ് കോൺസ്റ്റൻറ്റ് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: K observed equal to K2OH മൈനസ്. ഇവിടെ ഈ ഒരു കേസിൽ സ്പെസിഫിക് ഹൈഡ്രോക്സിൽ അയൺ കാറ്റലിസിസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഇൻ്റർമീഡിയറ്റ് പി എച്ചിൽ ഡീഗ്രഡേറ്റീവ് റിയാക്ഷൻ നടക്കുന്നത് പി എച്ചിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. സോ ഇവിടെ K ഒബ്സർവ്ഡ് വന്നിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു K0. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സോൾവെൻറ്റ് കാറ്റലറ്റിക് ഡീഗ്രഡേറ്റീവ് റിയാക്ഷനെയാണ്. റിയാക്ഷൻ മീഡിയം സ്ലൈറ്റ്ലി അസിഡിക് ആണെന്നിരിക്കട്ടെ. സോ റിയാക്ഷൻ മീഡിയം സ്ലൈറ്റ്ലി അസിഡിക് ആണെങ്കിൽ അവിടെ സോൾവെൻറ്റ് കാറ്റലറ്റിക് ഡീഗ്രഡേഷനും അതുപോലെ തന്നെ ഹൈഡ്രജൻ അയൺ സ്പെസിഫിക് ഹൈഡ്രജൻ അയൺ കാറ്റലറ്റിക് ഡീഗ്രഡേഷനും നടക്കുന്നതായി കാണാം. ഇനി ഈ പറയുന്ന റിയാക്ഷൻ മീഡിയം ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സോൾവെൻറ്റ് കാറ്റലറ്റിക് ഡീഗ്രഡേഷനും അതുപോലെ തന്നെ സ്പെസിഫിക് ഹൈഡ്രോക്സിൽ അയൺ കാറ്റലറ്റിക് ഡീഗ്രഡേഷനുമായിരിക്കും ആ ഒരു കേസിൽ നടക്കുക. സോ ഇത്രയും കാര്യങ്ങളാണ് സ്പെസിഫിക് ആസിഡ് ബേസ് കാറ്റലിസിസിനെ കുറിച്ച് പറയാനുള്ളത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു.